നമുക്ക് ആ സൈഡ് പോയി നോക്കാം. പക്ഷി കിടക്കുന്ന കിട്ടില്ല തന്നെയല്ലേ. ബാക്കി കാഴ്ചകൾ അതിലൂടെ ഒന്ന് ചുറ്റി വരാം, എന്നിട്ട് ഫോട്ടോ എടുക്കുകയൊക്കെ നടക്കാം. ഇതിൻ്റെ ചിറക് കണ്ട क्या नज़ारा है, किटिलन തന്നെ. കിട്ടില്ല തന്നെ. ഇതാണ് ജടായുപ്പാറ. സ്കൾപ്റ്റർ രാജീവ് അഞ്ചൽ വേൾഡ് ഫേമസ് ആയി മാറിയിരിക്കുകയാണ്. ആദ്യം ഇത്രയും കിടിലാവുന്ന ഒരു പ്രതീക്ഷയല്ല. ജടായു സ്മൃതി ONV കുറുപ്പിൻ്റെ സ്മൃതിയായിട്ട് ഉണ്ടാക്കിയതാണ്. കുഞ്ഞി ONV കുറുപ്പിൻ്റെ കവിതയാണ്. ഇത് റിവീൽ ചെയ്തിരിക്കുന്ന പിണറായി വിജയനാണ്. സ്റ്റാൻഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഹിൽ, ഹിയർ ഈസ് വേർ ദ ജഡായു ഫെൽ ട്രൈങ് ടു ബ്ലോക്ക് ഹിസ് ടെറിട്ടറി. ഇപ്പം ഇവിടെയാണ് ജഡായു എന്ന ആ ഒരു പക്ഷി രാമായണത്തിൽ സീതയെ രക്ഷിക്കുന്ന ഇതിൽ രാവണൻ്റെ വെട്ടേറ്റ് വീണ സ്ഥലം. ദിസ് ഇസ് വേർ ദ എനിമീസ് വോഡ് ചോപ്ഡ് ജഡായുസ് വിങ് ഇൻ ദ സ്റ്റോറി ഓഫ് രാമായണ. നമ്മുടെ കേബിൾ കാർ പോകുന്നു. 1 വേ ടിക്കറ്റും കിട്ടും. നോക്കട്ടെ അത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. കിട്ടില്ല. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ജഡായു സെൻറ്റർ കഴിഞ്ഞു. ഇനി നേരെ ജഡായു രാമ ടെമ്പിൾ ഉണ്ട്. ഇസ്കോണിൻ്റെ തോന്നുന്നത് ഹരേ കൃഷ്ണ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജഡായു ടെമ്പിൾ അവിടെ അടുത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. രാമായണ ക്ഷേത്രമാണ്. ജഡായുപ്പാറ നമ്മളുടെ രാമൻ്റെ കഥയായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെ അത്രയും ആ ഭാഗത്തൊന്നും കുരങ്ങന്മാരില്ല. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കുരങ്ങും. ശ്രീരാമക്ഷേത്രമായത് ജഡായുപ്പാറ പോലെ കുരങ്ങുകളുടെ വിശ്രമിക്കുന്നത്.
ഇങ്ങനെ ദൂരത്ത് കാഴ്ചയൊക്കെ വലിയ പാർപ്പുകളാണ് നമ്മൾ. ജഡായുവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ പിക്ചറാണ് ജഡായു. സൂര്യദേവൻ. ഇതാണ് ജഡായു മോക്ഷം, ലിബറേഷൻ ഓഫ് ജഡായു. ശ്രീരാമപാദം 17/2 ശനിയാഴ്ച ചിങ്ങം. തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരീലക്ഷ്മി തമ്പുരാട്ടി ശ്രീരാമപാദത്തിൽ വിളക്ക് തെളിച്ചു. ദ ഹോളി ഫുട് പ്രിന്റ് ഓഫ് ലോർഡ് ശ്രീരാമ. ഇതാണ് ശ്രീരാമൻ്റെ കാൽപാദം. ഇപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ വെച്ചിട്ടാണ് ജഡായു രാവണനിൽ വെച്ചാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ജഡായു പ്രതിരോധിക്കുന്നതും രാവണൻ്റെ കുത്തേറ്റ് നിലത്ത് പതിയുന്ന സ്പോട്ടാണ്. അവിടെ വെച്ചിട്ട് ഭഗവാൻ ശ്രീരാമൻ പിന്നീട് കാണുകയും ഈ കഥ പറയുകയും ചെയ്ത് ശാപമോക്ഷം കൊടുക്കുന്നത്. ഒരു ശാപവും കാരണമാണ് ജഡായുവായിട്ട് ഈ ജന്മത്തിൽ അവതരിക്കേണ്ടി വന്നത്. അവിടുന്ന് മോക്ഷം നേടി പിന്നെ പോവുകയായിരുന്നു. പിന്നെയുള്ള കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീരാമൻ എൻ്റെ പത്നിയായ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ജഡായു കാണുകയും അതിനെ തടയാൻ ശ്രമിക്കുമ്പോൾ വെട്ടേറ്റ് വീഴിയ സ്ഥലമാണ് ഈ ജഡായുപ്പാറ. അപ്പോൾ പിന്നീട് ശ്രീരാമൻ കാണുകയും തൻ്റെ അനുഗ്രഹം കൊടുത്ത് ശാപമോക്ഷം കൊടുക്കുകയാണ് ചെയ്തത്. സീതയെ തട്ടിക്കൊണ്ടുപോയത് രാവണനാണെന്നുള്ള കാര്യം ജഡായു ശ്രീരാമനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് ആ കഥ. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ വെച്ചാണ് ശ്രീരാമനെ ജഡായുവിന് ശാപമോക്ഷം കൊടുക്കുന്നത്. ഇതാണ് ശ്രീരാമപാദം. അതവിടെ കാണാം. Questo buco qua cosa sta? C'è scritto che è la pronta sacra del piede di Lord. ശ്രീരാമപാദം. അമ്പലം ഇതാണ്. ശ്രീരാമക്ഷേത്രം ജഡായുപ്പാറയിലെ ഇവിടെ വെച്ചിട്ട് ജഡായുവിന് ശാപമോക്ഷം കിട്ടിയ സ്ഥലവും കണ്ടു. നല്ലൊരു കാഴ്ചയായിരുന്നു. ഇഷ്ടംപോലെ കുരങ്ങൾ, വാനരന്മാരുടെ പ്രതീകം. നല്ലൊരു കാഴ്ച. പിന്നെ മറ്റ് സ്ഥലം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അടുത്ത നല്ല വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ. ഇത് ഡിസൈൻ ചെയ്ത ആളെ കുറിച്ചാണ്. ശില്പി രാജീവ് അഞ്ചലാണ്. കലാസംവിധായകനായിരുന്നു. ചലച്ചിത്ര ജഡായുപ്പാറയെ കുറിച്ചുള്ള വീഡിയോ നല്ല കാഴ്ചയായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ. ബൈ.